Hi friends, Assalamu alaikum. Welcome back to my channel. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ലഡു ആണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ആദ്യം പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നെയ്യാണ്. അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കുറച്ച് പാക്കറ്റ് ചെന്നൊക്കെ ആണെങ്കിൽ ലഡുവിന് അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് കറുത്ത കിസ്മിസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി പാനിലോട്ട് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ചുരണ്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് 3 കപ്പ്. ഇനി ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണം. അതിനുശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് മധുരം വേണ്ടെങ്കിൽ കുറച്ചാൽ മതി ഇതിന്ന്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്കായ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്തിരി പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചെടുത്താണ് 1 ടേബിൾ സ്പൂണ്. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആവട്ടെ. ക്യാരറ്റൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കയ്യിൽ പിടിക്കാനുള്ള പാകമാകുമ്പോൾ നമുക്ക് ലഡുവിൻ്റെ പോലെ ഉരുട്ടിയെടുക്കാം. ഇത് പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതേ അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 10 ലഡു ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി ഇത് ഉരുട്ടിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 6-7 മണിക്കൂർ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ് നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.